ദുരനുഭവം ഇന്നുണ്ടാകുന്ന സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട്. ഇന്ന് നവജിത്താണെങ്കിൽ നവജിത്ത് ശബ്ദം ഉയർത്തിയപ്പോൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇന്നുണ്ടല്ലേ. അതുകൊണ്ടാണല്ലോ കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ വന്ന് പറഞ്ഞത്. നവജിത്തിന് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് എങ്ങനെയാണ്? നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം? ഇത് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ തൊടയിലിങ്ങനെ കൈവച്ച് സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആ ചങ്ങ അത് പോയിട്ട് നേരെ ഇവിടെ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞ കൈയെടുക്കുന്നു പറഞ്ഞു. പുള്ളി പിന്നെ വീണ്ടും ഒന്ന് പിടിച്ച് തിരിച്ച് ഞാൻ കൈ എടുക്കുന്നു പറഞ്ഞു. നല്ല പച്ച തെറിയും പറഞ്ഞിട്ട് മുഖത്തും അട്ടി കൊടുത്ത് 2 അട്ടിയും കൊടുത്ത് ചവിട്ടും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പുള്ളിയുടെ ഇവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും കാണുന്നുണ്ട്. കണ്ണിൻ്റെ ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. അന്നും എനിക്ക് വന്ന കമൻ്റാണ് ബ്രോ, കമൻ്റാണ്. കുണ്ടൻ മറ്റേത് മറിച്ചത് കിടന്നു കൊടുത്തിട്ടുണ്ടാവും, മറ്റേ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വന്ന കമൻ്റാണ്. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ കരയുവാണ്. എൻ്റെ അടുത്തൊരു മുതിർന്ന നടൻ, മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഫേമസ് ആക്ടറാണ്. എനിക്കത് ഒട്ടും എന്താ പറയുക, ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്പോട്ടിൽ ഇങ്ങനെ ഞാൻ അപ്പം പ്രതികരിച്ചിരുന്നു. കണ്ടോ ബ്രോ, അന്നും സിനിമയായിരുന്നു പാഷൻ, ഇപ്പോഴും അത് തന്നെയാണ് പാഷൻ. ഇല്ലേ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. ഒരു നാണക്കേടും എനിക്കില്ല. എനിക്കില്ല. എന്തിനാ നാണക്കേടുന്നേ? നമുക്ക് എടുക്കുന്ന പണിയിൽ നാണക്കേട് എന്തിനാ? കഴിക്കാതിരുന്ന ഞാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇന്ന് ദുരനുഭവം സംഭവിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും തുറന്നു പറയത്തില്ലെങ്കിലും നട്ടലോടുകൂടി നിലപാടുകൂടി തുറന്നു പറഞ്ഞ നവജിത്ത് നാരായണനാണ്. നമസ്കാരം. നമസ്കാരം. നവജിത്തെ സ്വന്തം ഫേസ്ബുക്കിലൂടെ അറിയിച്ചല്ലേ? ഞാൻ അറിയിച്ചു. 6 വർഷം മുന്നെയാണ് അറിയിച്ചിട്ടുണ്ടായത്. അപ്പോൾ രണ്ടാമതൊന്നുകൂടി അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പക്ഷേ നവജിത്ത് ആരാന്ന് അറിയത്തില്ലല്ലേ. അടി കമൻറ്റ് തന്നെ വരും, ഇവൻ ആരാടാ? അവർക്ക് പറയാനുള്ള മറുപടി എന്തോ, ആരാണ് നവജിത്ത്? നവജിത്ത് നാരായണൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ് ഞാൻ ജനിച്ചത്. അതൊരു കലാകുടുംബത്തിലാണ് ജനിച്ചത്. അമ്മ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അമ്മയുടെ പേര് വത്സല നാരായണൻ. അമ്മ സ്റ്റേജിൽ നാടകം കളിക്കുന്ന സമയത്ത് ആ നാടകം കണ്ടുകൊണ്ട് തന്നെ നാടക സ്റ്റേജിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ഏകദേശം കുറേ ഏറെ നാടക സ്റ്റേജുകൾ കളിച്ചു. അമ്മയുടെ കൂടെ നാടകം ചെയ്തു. അതിനുശേഷം ജോലി ചെയ്തു. ജോലി ചെയ്യുമ്പോൾ അമ്മ പറഞ്ഞ നാടകം പിന്നെ ഈ പറഞ്ഞ പോലെ നിൻ്റെ ഡ്രീമിനനുസരിച്ച് പൊക്കോ എന്ന് പറഞ്ഞ ശേഷം ഉണ്ടായ ജോലി കളഞ്ഞ് നടനാവാൻ വേണ്ടി മാത്രം പയ്യന്നൂർ കോളേജിലേക്ക് പോയി. പയ്യന്നൂർ കോളേജിൽ നടനായിട്ട് പുറത്തിറങ്ങി. പിന്നെ സിനിമ ചെയ്യാൻ തുടങ്ങി. ആക്ടിങ്ങിൻ്റെ ട്രെയിനറായി. ഇപ്പോൾ ഇതായി ഇവിടെ ഇരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നവനല്ലേ. അമ്മയുടെ കഷ്ടപ്പാടുണ്ട്. സിനിമയെ കയറാൻ ഒരുപാട് എത്തപ്പെട്ടല്ലേ? ഒരുപാട്. കാരണം വെച്ചാൽ നമുക്ക് ആ സമയത്തൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് കോൺടാക്റ്റോ ഫേസ്ബുക്കിൽ നോക്കിയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരുടെ നമ്പർ ചോദിച്ച് വിളിച്ച് അങ്ങനെ പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലും ഒന്നും സജീവമല്ല. ഒന്നുമല്ലല്ലോ. ആ സമയത്തൊന്നും സജീവമല്ല. എനിക്ക് തോന്നുന്നു 2009-10 കാലഘട്ടത്തിലൊന്നും സജീവമൊന്നുമല്ല. എത്രയോളം സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്? എനിക്കൊന്ന് 10, 15, 20ഓളം സിനിമകൾ. ആളുകൾ നവജിത്തിനെ തിരിച്ചറിഞ്ഞ സിനിമ ഏതായിരിക്കും? ആമി കമൽ സാറിൻ്റെ സിനിമയായിരുന്നു ആമി. അതിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തു. അതിലൂടെ തന്നെ കുറച്ച് ആൾക്കാർക്ക് തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ കോഴിപ്പോര് എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് കൊറോണ കൊണ്ടുപോയി. പിന്നെ ആമസോൺ പ്രൈമിൽ പടമുണ്ട്. ഒരു നാടക ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞു. യെസ്. എൻ്റെ അമ്മയാണ് കൈ പിടിച്ച് വളർത്തിയതും കൊണ്ടുപോയതും എല്ലാം. അമ്മയും അച്ഛനും രണ്ടുപേരും. ആ സപ്പോർട്ട് ഇന്നും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞു, ദുരനുഭവം ഇന്നുണ്ടാകുന്ന സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട്. ഉറപ്പായിട്ടും. ഇന്ന് നവജിത്താണെങ്കിൽ നവജിത്ത് ശബ്ദം ഉയർത്തിയപ്പോൾ ഇത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇന്നുണ്ടല്ലേ. അതുകൊണ്ടാണല്ലോ കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ വന്ന് പറഞ്ഞത്. ഒരു പയ്യൻ വന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതൊരു തുടക്കമാ. ഉറപ്പാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. ഇനി ഒരുപാട് എണ്ണിത്തീരാത്ത ആൾക്കാർ വരും. പറയാൻ പറ്റില്ല. വരാം. ഓക്കെ, നവജിത്തിന് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് എങ്ങനെയാണ്? ആ സംഭവം ഒന്ന് പങ്കുവെക്കാവോ? ഞാൻ ആക്ച്വലി സിനിമക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് ഞാൻ പറയില്ല എന്ന്. മനസ്സിലായില്ലേ? ആ ഡയറക്ടർ ഇന്ന് സജീവമാണോ മലയാള സിനിമ? പിന്നെ മലയാള സജീവമാണോ വെച്ചാൽ സജീവമാണ്. സിനിമ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഉണ്ട്. ഈ പേര് പറയാത്തത് നവജിത്തിൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടും, നവജിത്തിൻ്റെ സിനിമ
സ്വപ്നം നഷ്ടപ്പെടും എന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. കാരണം എന്ന് വെച്ചാൽ ആ സംഭവം നടന്നിട്ട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇയാളും ഇയാളുടെ ഫാമിലിയൊക്കെ വിളിച്ചിട്ട് എന്നോട് മാപ്പ് പറയുന്നുണ്ട്. എൻ്റെ പേര് പറയരുത്, കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഉറപ്പായിട്ടും നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പുറത്താണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്തൊരു വാക്ക് ഞാൻ പാലിക്കും, ഉറപ്പ്. ഓക്കെ, അങ്ങനെ കഥയിലോട്ട് ഇനിയും വരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റർ വന്നപ്പോൾ ഞാൻ പുള്ളീനെ വിളിക്കേണ്ടത്, നമ്മൾ കോൺടാക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് മെസ്സേജ് അയക്കുമല്ലോ. അങ്ങനെ കോൺടാക്റ്റ് ഉണ്ടായ സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, സർ എനിക്കൊന്ന്, ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു കോൺടാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിക്ക് അവർക്ക് ടെക്സ്റ്റ് അയക്കും. ടെക്സ്റ്റ് അയച്ചതിന് ശേഷം റെസ്പോൺസ് ഇല്ല, കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഞാൻ നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കാറുള്ളൂ, ഫോണിലൂടെ ഞാൻ ചോദിക്കാറില്ല. അപ്പം റെസ്പോൺസ് ഇല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ തിരിച്ച് കോൾ ചെയ്യും. അങ്ങനെ ഈ കോൺടാക്റ്റ് ഉണ്ടായൊരു വ്യക്തിയായിരുന്നു അത്. ഞാൻ പുള്ളീനെ വന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാർ എനിക്കൊന്ന് കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഫ്ലാറ്റിലോട്ട് വന്നു പറഞ്ഞു. ഇവിടെ ആയിരുന്നു? കല്ലൂർ. അങ്ങനെ ഫ്ലാറ്റിലോട്ട് പോയി ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ ഇരിക്കുന്ന മാതിരി ഇരിക്കണേ. വന്നു, കയറി, തുറന്നിരുന്നു, ഇതുമാതിരി ഇരിക്കുമ്പോൾ സിനിമേൻ്റെ കാര്യങ്ങളൊക്കെ, പുതിയ ചെയ്യാൻ പോകുന്ന വർക്കിനെ പറ്റിയിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്ന ട്രെയിനിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു അവസരം തരാമോ? കാരണം അതിനാണല്ലോ നമ്മൾ ബന്ധപ്പെട്ടത്. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരോട് അതും ചോദിക്കുന്നുണ്ട്, എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് പുള്ളി കഴിഞ്ഞ്, കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പുള്ളി എഴുന്നേറ്റ് പോയിട്ട് വരുമ്പോൾ നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ, പഴയ മഞ്ഞ കളറിൽ ടാങ്ക്, ഈ ടാങ്കുമായിട്ട് വന്നിട്ട് നേരെ ഇപ്പുറം വെച്ചു. നേരെ ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് പുള്ളി ഇരിക്കണേ, എൻ്റെ റൈറ്റ് സൈഡിൽ. അന്ന് ആ ഫ്ലാറ്റിൽ ആരുമില്ല, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കും. ഇപ്പം ഞാനിപ്പോൾ അജിൻ എന്നെ വിളിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? അതെ, കാരണം നമ്മൾ ഒരു കാര്യം സംസാരിക്കാൻ വരുവാണല്ലോ. ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അജിൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോയിട്ട് പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം? ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുക എന്താ, ഒന്നീ പൈസ അല്ലെ കുപ്പി, പച്ചക്കങ്ങ് പറയൂ കേട്ടോ. പൈസയും കുപ്പിയൊന്നുമല്ല ഞാൻ അപ്പോഴും ചിന്തിച്ചത്. ഒന്ന് ചിന്തിച്ചത് പൈസയാണ്. രണ്ടാമത് ചിന്തിച്ചത്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പെമ്പിള്ളേരോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും ചിന്തിക്കാറ്. അതിന് മുന്നേ എന്നോട് 2-3 പ്രാവശ്യം 2-3 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലൊന്നും ബോധോടല്ല. അതൊന്നും ഞാൻ എൻ്റെ മൈൻഡിൽ മീൻസ് ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ തല വെക്കാറില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സർ പൈസയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലില്ല. വളരെ സാധാരണ ഒരു കുടുംബം, നമുക്ക് ചെയ്യാറുണ്ടല്ലോ. പിന്നല്ലാതെ. രണ്ടാമത് സാറ് വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നത്, എനിക്ക് അതിന് മാത്രമുള്ള കോണ്ടാക്റ്റും ഇല്ല. മനസ്സിലായി, അത്ര ഞാൻ വൈഡല്ല. ഇത് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ തൊടയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നല്ല മേലോട്ട് വന്നിട്ട് പറഞ്ഞു, സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇപ്പം അജിന് ഇപ്പം എൻ്റെ കൈക്ക് ഇവിടെ വെച്ചാലും എനിക്കത് നമ്മൾ ആ തരത്തിൽ ചിന്തിക്കില്ല. കൈ വെച്ചാൽ നേരെ കുറച്ച് ആ കൈ വെക്കുന്ന രീതി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിന്തകൾ മാറുന്നത്. ആ ചങ്ങാത് പോയിട്ട് നേരെ ഇവിടെ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു കൈ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ഇറിറ്റേറ്റഡായി. കൈ എടുക്കുമെന്ന് പറഞ്ഞു, എടുത്തില്ല. പുള്ളി പിന്നെ വീണ്ടും ഒന്ന് പിടിച്ച് തിരിച്ച് ഞാൻ കൈ എടുക്കുമെന്നും പറഞ്ഞു നല്ല പാച്ച തെറിയും പറഞ്ഞിട്ട് മുഖത്തും അട്ടി കൊടുത്ത് 2 അട്ടിയും കൊടുത്ത് ചവിട്ടും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരെണ്ണം അല്ല, ഞാൻ 2 അട്ടി കീടണ കിടന്ന് 2 അട്ടി കൊടുത്തായിരുന്നു. ഞാൻ ചവിട്ട് കൊടുത്തു. അഞ്ചിനി അടിച്ചതിൻ്റെ പേരിൽ ഒരു കൈയടിയാണ് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പം ഞാനിപ്പം പല ട്രോളിലും കമൻറ്റിലൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഈ കുണ്ടൻ ആണ്, ഇവൻ എന്ത് കണ്ടിട്ടാണ് എന്നുള്ള. എൻ്റെ ഭാര്യ പോലും ചോദിച്ചാൽ എന്ത് കണ്ടിട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാൻ എൻ്റെ അമ്മേനെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത് അവിടെ ഇറങ്ങിയപ്പോൾ, അമ്മ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യം, അയാൾ ജീവനോടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അമ്മയ്ക്കറിയാം മോനാരാന്നല്ലേ? നന്നായിട്ട് അറിയാം. നല്ല ദേഷ്യക്കാരനെന്നറിയാം, പ്രഷർ ഉണ്ടെന്നറിയാം, അത്യാവശ്യം തല്ലുപൊളിയാണെന്നറിയാം. രണ്ടാമത് എൻ്റെ വൈഫിനെ വിളിച്ച് പറയുന്നു, എടി ഇങ്ങനെ സംഭവം സംഭവിച്ചു എന്നുള്ള പറയുമ്പം അവൾ പറഞ്ഞു എന്ത് കണ്ടിട്ടാന്നുള്ളത്. അപ്പം ഇവർ രണ്ടാളും അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ സംഭവം. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല, പേടി തട്ടിപ്പോയി. കാരണം നീ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല ഇത് സംഭവിക്കുമെന്ന്. ഒരിക്കലുമില്ല. കാരണം പേടി തട്ടിപ്പോയി കഴിഞ്ഞാൽ അയാൾക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള, അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുമെന്നുള്ള പേടി മാത്രമല്ല എനിക്കുള്ളത്, മറിച്ച് ഞാൻ അയാളെ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പുള്ളിക്ക് എന്ത് സംഭവിക്കുന്ന ഒരു പേടി. നാളെ സിനിമ സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് വന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ അടിച്ചിട്ടൊരാൾ മരിച്ചു ഞാൻ കിടക്കണ്ടേ ജയിലിൽ. ഇന്ന് പ്രമുഖനായ പോലെ തന്നെ അന്നും പുള്ളി പ്രമുഖനായിരുന്നോ? ആണ്.
ആണ്. അടിച്ചിട്ടിറങ്ങുമ്പോൾ പുള്ളിയുടെ പ്രതികരണം എന്തായിരുന്നു അഭിജിത്തെ? പുള്ളിക്ക് ഒന്നും പറയാനില്ല ബ്രോ. പുള്ളിയുടെ ഇവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും കാണുന്നുണ്ട്. കണ്ണിൻ്റെ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. നീ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല അതിൽ. വേണ്ടടാ, അതിനെന്തോ കുറ്റബോധം അതിന്. അങ്ങനെ ഇറങ്ങുന്നു, നീ നിന്റെ ഭാര്യയോടും പറയുന്നു, അമ്മയോടും പറയുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ഉണ്ട്, ഒരു ബ്രോ. പുള്ളി എന്നെ ഒരു ഭയങ്കര മെൻറ്ററാണ്. പുള്ളിനെ വിളിച്ച് പറയാണ്, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഇപ്പോൾ കലൂർ അങ്ങോട്ട് നടക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു എൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് പുള്ളിയുടെ ഓഫീസിലേക്ക് ഞാൻ പോയി, പനമ്പള്ളി നഗറിൽ. പുള്ളിയുടെ ഓഫീസിൽ പോയിട്ട് പുള്ളിയോട് ഞാൻ കാര്യം പറയുമ്പോൾ പുള്ളി പറഞ്ഞു, ടെൻഷൻ അടിക്കാതെ, നീ പേടിക്കാതിരിക്കും, നീ എന്തിനാ പേടിക്കേണ്ട ആവശ്യം, ഒന്നുമില്ല, നീ കലാകാരനല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുള്ളിയോട് കാര്യം പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടറാന്ന് പറഞ്ഞു. അന്നിട്ട പോസ്റ്റാണ് ആ പോസ്റ്റ്. അതായത് 6 വർഷം മുമ്പ് പോസ്റ്റ് ഇട്ടു. അന്ന് 6 വർഷം മുമ്പ് ഈ പോസ്റ്റ് ഇടുമ്പം ഇത് വലിയ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കത്തില്ലല്ലേ 6 വർഷം മുമ്പ്? അന്നും എനിക്ക് വന്ന കമൻ്റാണ് ബ്രോ, കമൻ്റാണ്. കുണ്ടൻ മറ്റേത് മറിച്ചത് കിടന്നു കൊടുത്തിട്ടുണ്ടാവും, മറ്റേ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വന്ന കമൻ്റാണ്. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ കരയുവാണ്, അറിയോ. അന്ന് ആ പോസ്റ്റ് നവജിത്ത് ഇടുമ്പം പോലും ചിന്തിച്ചിരുന്നു ഇവരെൻ്റെ കൂടെ നിൽക്കും, എൻ്റെ കൂടെ നിൽക്കുന്നത് പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരാൾ കുറേ സംഭവം സംഭവിക്കും നമ്മളെ കൂടെ നിൽക്കുന്നില്ലേ നമ്മൾ വിചാരിക്കണേ. പക്ഷെ അവിടെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് വിഭാഗം മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. അനുഭവിച്ചവർക്ക് ഇതിന്റെ വേദന അറിയത്തുള്ളൂ. ഉറപ്പല്ലേ? ഇല്ലാത്തവൻ കുരയ്ക്കും ഉറപ്പായിട്ട് കുരയ്ക്കുന്നവർ. ഇപ്പം എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ കുരയ്ക്കുന്നവരങ്ങ് കുരച്ചോണ്ടിരിക്കട്ടെ. ഞാൻ പറയാനുള്ള പറയും. സിനിമ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല, സിനിമാക്കാർ മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ അനുഭവം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തില്ലേ. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെ 6 വർഷം മുമ്പ് പോസ്റ്റ് ഇടുന്നു, അത് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത്, കുറച്ച് ആൾക്കാർ കുണ്ടനെന്ന് വാക്ക് പറഞ്ഞ് നിന്നെ നാണം കെടുത്തുന്നു. ഉറപ്പാണ്. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് ഇന്നും ആ പോസ്റ്റ്, ഇന്നും വന്ന പോസ്റ്റുകളും കാര്യങ്ങളും നോക്കിയാൽ അത് ഒരു 10-20 കമൻറ്റ് അതുപോലത്തെ കാണാൻ വേണ്ടി പറ്റും. അത് മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. പക്ഷെ പുള്ളിക്ക് ആള് മാറിപ്പോയല്ലേ. സത്യം. ഈ പോസ്റ്റ് കണ്ടിട്ടാണോ ആ വ്യക്തി നിന്നെ വിളിക്കുന്നത്? അല്ല, അതിനുശേഷം അന്ന് വേറൊരു മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്ന സമയമായിരുന്നു. ആ മീഡിയയിലൊക്കെ ഈ റൈറ്റപ്പ് വന്നു. ഇന്നത്തെ പോലെ വീഡിയോ അല്ല. അന്ന് ശ്രദ്ധിച്ചു, അന്ന് വീഡിയോസ് ഭയങ്കര കുറവാണ്. അതെ, പോസ്റ്റുകളാണ്, റൈറ്റപ്പുകളാണ്, എഴുത്തുകളാണ് കൂടുതൽ വരുന്നത്. ആ എഴുത്തുകളിലൊക്കെ വന്നു. ആ എഴുത്തുകളൊക്കെ വന്നപ്പോൾ പുള്ളി പേടിച്ചു. ഒരു 6-8 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പുള്ളി വിളിക്കുകയാണ്. അതിന് മുന്നേ വേറൊരു കാര്യം കൂടിയുണ്ട്. 2ാമത്തെ 3ാമത്തെ ദിവസം ഈ മാധ്യമം ഇതിൽ വന്നപ്പം എന്നെ പുള്ളിയുടെ വൈഫ് വിളിക്കുന്നുണ്ട്. എന്താ മോൻ എന്താ പറ്റിയെന്ന്. കാരണം വെച്ചാൽ വൈഫുമായിട്ട് പിന്നെ ചേച്ചിയും ചേട്ടനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ആ സാറായിട്ടുള്ള നമ്മൾ കമ്പനി ഉണ്ട്, അറിയാം. എനിക്ക് മുമ്പേ പരിചയമുണ്ട്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മെസ്സേജ് പോയി കണ്ട വ്യക്തി അല്ല. എനിക്ക് ആ മുന്നേ അയാളുടെ ഭാഗത്ത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുമില്ല. ഈ വൈഫ് വിളിച്ചിട്ട് എന്തുവാ പറഞ്ഞത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവം കാണുന്നുണ്ടല്ലോ, എന്താ മോൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല ചേച്ചി, അതിങ്ങനെ സംഭവം സംഭവിച്ചു. എന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അത് ചേച്ചിക്ക് അറിയില്ല, എന്തായാലും അത് വിട്ടേക്ക്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് അവിടെ വിട്ടേക്ക്. അവിടെ നീ നിന്റെ മാന്യത കാണിച്ചു കേട്ടോ. ഉറപ്പല്ലേ, എനിക്ക് അന്ന് പറയാമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ട് എന്തുവാ പറയുന്നത്? പുള്ളി അതിനുശേഷം എന്നെ അതിനുശേഷം ഒരു 6-10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പുള്ളി മാപ്പ് പറയാണ്. സോറി, ക്ഷമിക്കണം, മാപ്പ് പറയാണ്. പിന്നെ ചേച്ചിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ചേച്ചി എന്നോട് മാപ്പ് പറയാണ്, കുട്ടികളുണ്ട്, ക്ഷമിക്കണം എന്ന് പറയാണ്. പിന്നെ അവരുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് എന്ത് സംഭവിച്ചോ ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ കൊടുത്തൊരു പ്രോമിസാണ് ഞാൻ ഇന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തെറ്റ് പുള്ളി ചെയ്തു, നിന്നോട് മാപ്പ് പറയുന്നു. ഇന്ന് അതിടാനുണ്ടായ കാരണം എന്തുവാ? നിന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർ ഇത് അനുഭവിക്കുന്നുണ്ട്, നിന്റെ സംസാരത്തിൽ അവരിനി മുന്നോട്ട് വരണം എന്നൊരു ലക്ഷ്യമായിരുന്നു? അല്ല ബ്രോ, അതൊന്നുമല്ല. ആക്ച്വലി ഞാൻ ഇതിനെതിരെ പ്രതികരിക്കേണ്ടെന്ന് വെച്ച ഒരാളായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, അന്ന് അവിടെ വിട്ട കേസാണ്. അതാണ് ഞാൻ ചോദിച്ചത്. യെസ്. അതിനുശേഷമാണ് ഞാൻ ഓപ്പണായിട്ട് പറയാം. മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിക്കുന്നുണ്ട്. എടാ, അന്ന് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് പറയാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം വെച്ചാൽ അതിന് 2 ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ പോസ്റ്റ് ഉണ്ട്. അന്ന് എന്നെ കുണ്ടൻ എന്ന് വിളിച്ചവർ എന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണം ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അതിൽ ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു അവർ വിളിക്കുന്നത്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയാം, എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഉച്ചയാകുമ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉച്ചയാകുമ്പോൾ പോകുന്നു. എൻ്റെ ഓഫീസുണ്ട് ഇവിടെ തൊട്ടടുത്ത് വെണ്ണലയിൽ. അവിടെ അവർ വരുന്നു, എൻ്റെ ബൈറ്റ് എടുക്കുന്നു. എന്നെക്കൊണ്ട് നിർബന്ധിച്ച് 2-3 പ്രാവശ്യം ചോദിച്ചു നോക്കി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ കൊടുത്ത വാക്ക് മാറ്റത്തില്ല. അത് പറഞ്ഞു. വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങിയത് എന്താണെന്നുള്ളത്. അത് മാത്രമല്ല, അടുത്തറിയുന്ന കുറേ ആൾക്കാർ പറഞ്ഞു ഈ സമയത്ത് ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ലേന്ന്. കുറേ കമൻസും വന്നു. അങ്ങനെ പറയുന്നതോട് എന്തോ ഈ നിമിഷം പറയാനുള്ളത്? പോയി പണി നോക്കാൻ പറയും. ഞാൻ ഫെയിം ആകാനാണ് എനിക്ക് കഴിവുണ്ട്, ഉറപ്പാകും. എൻ്റെ പൊന്നുപൂർവ്വം 2 പ്രാവശ്യം അടുപ്പിച്ച് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായി ഒരുത്തനെ ഞാൻ. പയ്യന്നൂർ കോളേജിലാണ് ഞാൻ പഠിച്ചത്.
സ്പോർട്സുകാരനായിട്ട് പോയിട്ട് പാട്ടുകാരനായിട്ട് മാറിയിട്ട് നടനായിട്ടാണ് ഞാൻ അവിടുന്ന് പുറത്തിറങ്ങണേ. ഞാൻ സ്പോർട്സിൽ ആക്റ്റീവാണ്. ഞാൻ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്ന സമയത്ത് ആക്റ്റീവാണ്. എനിക്ക് അഭിനയിക്കാൻ അറിയാം, എനിക്ക് അഭിനയം പഠിപ്പിക്കാൻ അറിയാം. ഇന്ന് എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയ പയ്യൻ എൻ്റെ സ്റ്റുഡൻറ്റാണ്. ശ്രീപദ് എൻ്റെ 3 വർക്ക്ഷോപ്പിലുണ്ടായ പയ്യനാണ്. അതിന് ഞാൻ പഠിക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് സിനിമ എനിക്ക് ഇല്ലില്ല കയറിപ്പോകുന്നു ഞാൻ അഹങ്കാരത്തോടു കൂടി ഒന്നും പറയില്ല, ഉറപ്പായിട്ടും അങ്ങനെ പറയില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനിയും എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം പിള്ളേരുണ്ട്, അതിലൂടെ ഞാൻ ജീവിക്കും. എന്നാലും അതൊരു ചോദ്യചിഹ്നമല്ല നവജിത്ത്. അതായത് നവജിത്തിന് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് പിള്ളേരുകളുണ്ട്. ഇങ്ങനൊരു പോസ്റ്റ് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ ഇതുപോലെ പോക്കൃത്തരം കാണിക്കുന്ന പല മറ്റവന്മാരും ഇനി നവജിത്തിനെ വിളിക്കൂ, അത് അങ്ങനെയുള്ളവന്മാരെ എനിക്ക് വേണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെയുള്ളവർ വേണ്ടെന്നേ, അങ്ങനെയുള്ളവർ വേണ്ട. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു സ്ഥാപനം ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയണേ. ഈ സ്ഥാപനം ഞാൻ തുടങ്ങാൻ പോണുള്ളൂ. ഇതിന് മുന്നേ എനിക്ക് വരുന്ന പേഴ്സണൽ കോളുകൾ, ഈ കോൾ വെച്ചിട്ട് എനിക്ക് ട്രെയിനിങ് തരാമെന്ന് ചോദിച്ച് വരുന്ന പിള്ളേരാണ്. ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റർ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ട്രെയിനിങ് വരുന്നുണ്ട്. എനിക്കൊരു ബാനർ ഉണ്ടായിരുന്നു പടക്കളം എന്നുണ്ട്. ഏകദേശം 2500ഓളം പിള്ളേരാണ് അവിടെ നിന്ന് ഇറങ്ങിയേക്കണേ. അതിനർത്ഥം എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാ. സത്യമല്ലേ? ഇല്ലേ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും ബ്രോ. എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. ഒരു നാണക്കേടും എനിക്കില്ല. എന്തിനാ നാണക്കേടെന്നേ? നമുക്ക് എടുക്കുന്ന പണിയിൽ നാണക്കേട് എന്തിനാ? ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്, ഞാൻ ചെരുപ്പ് പീടികയിൽ സെയിൽസിന് നിന്നിട്ടുണ്ട്, ഹോട്ടലിൽ ഈ എല്ലാവരും പറഞ്ഞ പോലെ കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട്. പിന്നെ വർക്ക്ഷോപ്പിന് പോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ വീട്ടിൽ നിന്ന് കള്ളവും മറ്റും ഇറങ്ങിയിട്ട് ഞാൻ അവിടെ കഴുകിയിട്ടുണ്ട്. ഞാൻ 2-3 വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത്, ഞാൻ 60-70ഓളം വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ ചോദിക്കും ഇത്രയും അനുഭവം ഈ പ്രായത്തിൽ നിന്ന് എവിടെയാണ്? 36 വയസ്സായില്ലേ? 36 വയസ്സിൽ പഠിച്ച പാഠപുസ്തകത്തിൽ നിന്നുള്ള അനുഭവമല്ലേ, ജീവിതാനുഭവമല്ലേ? ഉറപ്പല്ലേ? അതിനെ തിരുത്താൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ പൊന്നു ബ്രോ, എൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ക്യാൻസർ വന്ന് പിടിവിട്ട് നിൽക്കുന്ന സമയത്താണ് 25 റേഡിയേഷൻ 6 കീമോയും ചെയ്തിട്ട് വെറുതെ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് നാടകം കളിക്കാൻ പറഞ്ഞു. 25 റേഡിയേഷൻ 6 കീമോയും ചെയ്തിട്ട് 15ാമത്തെ ദിവസം നമ്മൾ നാടകം സ്റ്റേജിൽ കയറി. അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ അച്ഛനാണ് മ്യൂസിക് ചെയ്യാനിരുന്നത്. ആ രോഗിയെ അമ്മയും കൊണ്ട് കയറി. അതിനോട് എൻ്റെ അമ്മയുടെ ക്യാൻസർ രോഗം മാറി. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ നാടകം നമ്മൾ 100-300ഓളം വേദികൾ കളിച്ചു. ഒറ്റക്കുള്ള നാടകം ഭഗത് സിംഗ് എന്ന് പറഞ്ഞ നാടകം ഏകദേശം 100-350 വേദികളോളം ഞാൻ കളിച്ചു. അവരുറപ്പ് എനിക്കുണ്ടല്ലേ? ഇപ്പോൾ ആ പുള്ളി ഈ പോസ്റ്റ് കണ്ടിട്ട് വിളിച്ചോ? വിളിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രതികാരം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ ആ പേര് പറയുമല്ലോ എന്ന് പേടിച്ചിട്ട് എന്നെ പേടിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, ആ പേടിയാണ് എനിക്കുള്ള മറുപടി. കാരണം വെച്ചാൽ ഇനി അയാൾ കാണിക്കുന്ന സമയത്ത് വിചാരിക്കും. അല്ല, അവിടെയും ആളുകൾക്കുള്ളൊരു സംശയം, അത്രയും മുട്ടി നിൽക്കുന്ന ഒരുത്തൻ നവജിത്തിനെ മാത്രമായിരിക്കുമോ തൊട്ടേക്കുന്നേ? പറയാൻ പറ്റില്ല ബ്രോ, എനിക്കങ്ങനെ അറിയാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒരുപാട് നവജിത്തുകൾ ഉണ്ടാവില്ലേ പറയല്, ഇതാദ്യത്തെ അനുഭവം ആയിരിക്കണം എന്നില്ലല്ലോ, അതുകൊണ്ടല്ല അത്ര ധൈര്യം വന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നവജിത്ത് ഇടുമ്പം ഇതുപോലെ പുള്ളിയിൽ നിന്ന് അനുഭവിച്ച വ്യക്തികൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടോ നവജിത്തിന്? പുള്ളിയിൽ നിന്ന് അനുഭവിച്ച വ്യക്തികളൊന്നും എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പലരിൽ നിന്ന് അനുഭവിച്ച പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ വരെ ഞെട്ടിപ്പോവല്ലേ, ഇത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന്? ഉറപ്പല്ലേ? അങ്ങനെ വന്നതിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഫോൺ വിളി എന്തോ ആയിരിക്കും? 2 സംഭവം ഞാൻ പറയാം. ഒന്ന് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പീക്ക് അവസ്ഥയിൽ നിൽക്കുക ഞാൻ. കാരണം ടെൻഷൻ കയറി, ഈ ന്യൂസുകൾ വന്നു അന്നത്തെ സമയത്ത്, 6 വർഷം മുന്നേ സമയത്ത് 2018 തോന്നുന്നു എനിക്ക്. ആ സമയത്ത് വന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ചേട്ടാ ഞാൻ സ്റ്റിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ പറഞ്ഞപ്പോൾ ഭയങ്കര ധൈര്യം വന്നു. പിന്നെ ഇതുപോലെ എനിക്ക് സംഭവിച്ചു, ഞാൻ പേടിച്ചിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓടാവില്ലെന്ന് പറഞ്ഞു. അവൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത്. അന്നത്തെ സംഭവം അതാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ഒരാളിൽ നിന്ന് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി, അയാൾ കൈ മുറുക്ക പിടിച്ചു, അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു, പക്ഷേ അയാൾ പ്രമുഖ നടനാണെന്നും പറഞ്ഞു. പ്രമുഖ നടനാണെന്നും പറഞ്ഞു. മനസ്സിലായോ? അത് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കള്ളെന്ന് വിചാരിക്കും. ജസ്റ്റ് വെയിറ്റ്, ഞാനൊരു വോയിസ് കേൾപ്പിക്കട്ടെ, കുറച്ച് മാത്രം ഞാൻ കേൾപ്പിക്കാം. എനിക്ക് മാത്രമല്ല ഇത്. എനിക്ക് എൻ്റെ അടുത്തൊരു മുതിർന്ന നടൻ, മലയാള സിനിമയിലെ വൺ ഓഫ് ദ ഫേമസ് ആക്ടറാണ്. എനിക്കത് ഒട്ടും എന്താ പറയുക, ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്പോട്ടിൽ ഇങ്ങനെ ഞാൻ അപ്പം പ്രതികരിച്ചിരുന്നു. ഞാനത് നോ പറഞ്ഞിരുന്നു. എനിക്കതുകൊണ്ട് എന്നൊരു ഉപദ്രവം എന്നുള്ള രീതിയിലേക്കൊന്നും, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനത് കണ്ടോ ബ്രോ. ഇതുപോലെ 1000 മെസ്സേജുകൾ ഇനിയും കാത്തിരിക്കുന്നുണ്ടല്ലേ? ഇതുപോലെ എനിക്ക് മെസ്സേജ് വന്ന കണക്കില്ല സത്യം പറഞ്ഞാൽ.
കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. കുറേയൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റാതെ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കുക. എടാ എന്നിട്ടും നമ്മുടെ മലയാളികൾ അംഗീകരിക്കാത്ത ഇവരുടെ ചിന്താഗതി മാറണ്ടടാ. ഉറപ്പായിട്ട് മാറണം. ഇവർക്ക് എന്താ ഒരു പ്രശ്നം പറയുമ്പോൾ അംഗീകരിക്കാൻ എത്ര ബുദ്ധിമുട്ടെന്താ? ഞാൻ ആരും ആയിക്കോട്ടെ, ഞാൻ ഏത് ഒരു ചെറിയ നടനോ അല്ലെങ്കിൽ ഞാൻ നാടകക്കാരനോ ഞാൻ എന്തും ആയിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, ഒരാളൊരു കാര്യം തുറന്നു പറയുന്ന സമയത്ത് തുറന്നു പറയാം. ഇപ്പൊ അവർക്ക് പേര് കിട്ടിയിട്ട് എന്താ ചെയ്യേണ്ട? അയാൾ എടുത്തിട്ട് വലിച്ചു കൊടുക്കണോ? നിന്റെ മാന്യതയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അജിൻ ബ്രോ നിങ്ങൾ നോക്കിക്കോ, ഞാൻ അന്നിട്ട സെയിം സംഭവമാണ് ഞാൻ ഇന്നും പറയുന്നത്. ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ ഓരോ മീഡിയാസിന്റെ മുന്നിലും ഞാൻ പറയുമ്പോൾ ഈ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയണം. പറയലേ, കള്ളം പറയുമ്പോൾ അതിനൊരു സത്യമുണ്ട് എന്നാ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവം മാറിപ്പോകും. ഇതിനൊരു ഒരു മാറ്റമില്ല. നിങ്ങൾ എൻ്റെ വന്ന ഇന്റർവ്യൂസ് എൻ്റെ അടുത്ത ബൈറ്റ് എല്ലാം നോക്കിക്കോ, ഞാൻ പറഞ്ഞ കാര്യം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പല ആളുകളും ശബ്ദമുയർത്താത്തതിൻ്റെ റീസൺ ഇവർ സിനിമാക്കാരാണ്, ഇവരെ ഭയക്കണം, ഇവരെ കുറേ കോടികളുണ്ട്, ഇവർക്ക് കുറേ ബന്ധങ്ങളുണ്ട്, ആ ഒരു റീസൺ ആയിരിക്കുമോ? സിനിമാക്കാർ എന്ന് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ സിനിമയിൽ എത്ര നല്ല ആൾക്കാരുണ്ടെന്ന് പറയാം. എന്നെ സപ്പോർട്ട് ചെയ്ത വലിയൊരു നടനാണ് അനൂപ് ചന്ദ്രൻ. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത വ്യക്തി, എൻ്റെ സ്വന്തം ബ്രദറിനെ തുല്യം എനിക്ക്. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് 9 മാസം പുള്ളിയുടെ ഫ്ലാറ്റിൽ എന്നെ താമസിപ്പിച്ചത് പുള്ളി. ഇന്ന് വരെ ആ പുള്ളി എന്നെ അനിയനെ പോലെ അല്ലാണ്ട് രാവിലെ വണ്ടിയിലെ കീ എടുത്ത് തരും, കാശ് വെച്ച് തരും, കോണ്ടാക്ട് നമ്പർ തരും, വിളിച്ചിട്ട് വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് പൊക്കോന്ന് പറയും, ഭക്ഷണം വെച്ച് തരും. മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലുമില്ല. എടാ ചില വ്യക്തികൾ കാണിക്കുന്ന അപരാധത്തിനാണ് പല നടന്മാരും ഇന്ന് വിട്ടുപോകുന്നതാണോ? ഉറപ്പല്ലേ. എൻ്റെ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പയ്യന്നൂർ കോളേജ് 2ാമത്തെ വർഷം നാടകം കളിക്കുന്ന സമയത്താണ് അനൂപേട്ടൻ അവിടെ നാടകം കാണാൻ വേണ്ടി വരണേ. അന്ന് എനിക്ക് നമ്പർ എഴുതി തരുക, നീ ഇപ്രാവശ്യം കൂടെ ബെസ്റ്റ് ആക്ടർ അടിച്ചു കഴിഞ്ഞാൽ നീ കൊച്ചിയിലേക്ക് വന്നു, നമുക്ക് സിനിമ ചെയ്യാമെന്ന്. എന്നിട്ട് ഞാൻ വിളിച്ചില്ല. കുറേ കഴിഞ്ഞിട്ടാണ് പുള്ളി ആക്സിഡൻറ്റിൽ എന്നെ കണ്ടിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകണേ. നവജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി ഞാൻ ഒന്ന് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പണക്കാരനായിട്ട് പൊട്ടി വീണ് മുളച്ചൊന്നുമല്ല. ഒരിക്കലല്ല. വലിയ പണമൊന്നുമില്ല ബ്രോ. അല്ലടാ ഞാൻ പറഞ്ഞത്, ആഹാരം കഴിക്കാതെ വിശപ്പിന് വില അറിഞ്ഞവനാ. ഉറപ്പാണ്. അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കാവോ? ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൊച്ചിയിലേക്കെല്ലാം ആദ്യം വന്ന സമയത്ത് അത് ചില സമയത്ത് പറയുമ്പോൾ ഭയങ്കര ക്ലീശയായിട്ടൊക്കെ ഫീൽ ചെയ്യും. സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ താമസം ഉണ്ടായിരുന്നു. അന്ന് കഴിക്കാൻ ഭക്ഷണമില്ല. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ല. എന്നാ സിനിമയിലേക്ക് പോകുന്നതുകൊണ്ട് തള്ളി വിട്ടതല്ലല്ലോ. എൻ്റെ ആഗ്രഹം പ്രകാരം വന്നതാണ്. അന്ന് പുള്ളിയുടെ കയ്യിൽ റേഷനരി അവിടെ കിടപ്പുണ്ട്, കറി വെക്കാനൊന്നുമില്ല. നമ്മളപ്പുറത്തെ വീട്ടിലത്തെ നമ്മളെ പപ്പായി ഉണ്ടല്ലോ, അത് മൂട്ടിച്ച് വന്നിട്ട് ഞാൻ കുക്ക് ചെയ്യും നന്നായിട്ട്. അത് മൂട്ടിച്ച് വന്നിട്ട് വറവുണ്ടാക്കിയിട്ട് തൊട്ടപ്പുറത്തെ പറമ്പ് ചൂരി ഉണ്ടല്ലോ, നമ്മുടെ ഇതിനെ ചൂണ്ടിലിട്ട് ഇത്ര ചൂരിനെ പിടിച്ച് കാക്കിയിട്ട് കറി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അന്ന് കഴിച്ചത് കുറേ നാൾ. അന്നും സിനിമയായിരുന്നു പാഷൻ, ഇപ്പോഴും അത് തന്നെയാണ് ഫാഷൻ. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. കഴിക്കാതിരുന്ന ഞാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? ഇതൊക്കെ വേറൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിതൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു വന്നതാണ്, കണ്ടാണ്. അനുഭവിച്ചവന് മാത്രമല്ല അതിൻ്റെ വേദന അറിയാൻ പറ്റും. അനുഭവിച്ചവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എൻ്റെ വേദന എന്താണെന്നുള്ളതും. ഒരു കലാകാരൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നാടിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സമ്പത്താണ് കലാകാരൻ. പക്ഷെ ഇത് തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടടാ. ഉണ്ട്. നീ എന്തിനാ സിനിമയ്ക്ക് പോകുന്നത്? നിനക്ക് ഗൾഫിൽ വല്ലതും പോയി ജോലി ചെയ്താൽ പോരെ? എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ മുടിയൊക്കെ നീട്ടി വളർത്തി കെട്ടി നടന്നപ്പം എൻ്റെ കുടുംബത്തിൽ ഒരു പരിപാടിക്ക് പോയപ്പം എൻ്റെ ഒരു വലിയച്ഛൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് കാശ് തരാം, നിൻ്റെ ചേട്ടന്മാരെ കണ്ട് പഠിക്കും, അവരൊക്കെ നല്ല ഇതിലൊക്കെയുള്ള മുടിയൊക്കെ വെട്ടി വൃത്തിയായി നടക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, മാസം ഒരു 1.5 ലക്ഷം റുപ്യ ഞങ്ങൾ പറയുന്ന പോലെ വെക്കാറുണ്ട്, ഞങ്ങൾ പറയുന്ന പണിക്ക് പോവാം. എൻ്റെ പുള്ളി മിണ്ടിയോ? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല, നോക്കി നടന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഈ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയുണ്ടല്ലേ, മലയാള സിനിമ ഫുള്ള് മോശപ്പെട്ട സിനിമയാണ്. ചില ആൾക്കാർ കാണിക്കുന്ന പോക്കിരിത്തരത്തിന് എല്ലാവരും കുറ്റം പറയേണ്ട ആവശ്യമുണ്ടാവും? ഒരാവശ്യമില്ല. എത്രയോ നല്ല ആൾക്കാർ സിനിമയിലുണ്ട്. എനിക്കറിയുന്ന എത്രയോ ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. ഒരു ലേഡീസിനോട് പോലും മോശമായി പെരുമാറാത്ത, സംസാരിക്കാത്ത, ഈ പറഞ്ഞ പോലെ നല്ല അവസരങ്ങൾ വേണം, നല്ല ആൾക്കാർ വരണം എന്ന് പറയുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട്. ഇതേ എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന എൻ്റെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നവജിത്തേട്ടാ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് നവജിത്ത് കൊടുക്കുന്ന മറുപടി എന്തുവാ? വേണമായിരുന്നോ വേണ്ടായിരുന്നോ? അത് വേണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഒപ്പീനിയൻ അത് തന്നെയാണ്. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന പോലെ സ്ത്രീകളെ സംരക്ഷിക്കണമെങ്കിൽ അതിനും വേണം,
അതുപോലെ പുരുഷന്മാരെ സംരക്ഷിക്കുകയും വേണം. ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ പുരുഷന്മാർ കുണ്ടന്മാരും സ്ത്രീകൾ നന്മമാരും, അത് മാറ്റണ്ടേ? അത് മാറ്റണം. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സെയിം പ്രിവിലേജ് പുരുഷന്മാർക്കും കൊടുക്കണം. പ്രിവിലേജ് 100% കൊടുക്കണം. പക്ഷെ ഇന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നുണ്ടായിരുന്ന 6 വർഷം മുമ്പ് പോസ്റ്റ് ഇട്ട് നവജിത്ത് ഇന്ന് ഇവിടെ ഇരിക്കുമോ? ഇരിക്കില്ല. അതിന് മറുപടി കിട്ടിയാനേ ഇപ്പം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതിനെന്തോ പറയുള്ളൂ മറുപടി? അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നീതി എന്ന് പറഞ്ഞ സാധനം രണ്ടുപേർക്കും ഒരുപോലെ വേണം. രണ്ടുപേർക്കും ഒരുപോലെ വേണം. അതെ. ഇപ്പം അജിൻ ബ്രോയുടെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ സംസാരിക്കണം അല്ലേ? ഉറപ്പായിട്ടും. നമുക്ക് കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ആളുടെ ഒരു വ്യക്തിത്വം അറിയാൻ പറ്റുന്നത്. അങ്ങനെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? കണ്ണടച്ച് സംസാരിക്കുന്നവരാണ് കൂടുതൽ. സത്യമല്ലേ? അതെ. ജീവിതാനുഭവം എന്ന് പറഞ്ഞ സാധനം നമ്മൾ എത്രയോ വർഷങ്ങൾ 65 വയസ്സ് 70 വയസ്സൊന്നും ആവണ്ട ഒരാൾക്കൊരു ജീവിതാനുഭവം വരാൻ വേണ്ടിയിട്ട്. ഈ കമൻറ്റ് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കമൻറ്റ് കേട്ടോ, പുള്ളി നിൻ്റെ അവിടെ തൊട്ടതല്ലേ ഉള്ളൂ, അതിന് ഇത്ര പുള്ളിയെ പ്രതികരിക്കേണ്ട ആവശ്യം എന്തുവാ, പുള്ളിയെ അടിക്കേണ്ട ആവശ്യം എന്തുവാ? ശരിക്കും ആ ഒരു മൊമെന്റ് നിനക്കും നിന്റെ മനസ്സിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? ഞാൻ എന്താ പറയണ്ടേ? എൻ്റെ ജനനേന്ദ്രത്തിൽ പിടിച്ചു നല്ല വേറെ എന്തെങ്കിലും ഇപ്പം നാട്ടുകാർ പറഞ്ഞ പോലത്തെ വേർഡാണോ ഞാൻ പറയണ്ടേ? അതാണോ ഞാൻ പറയണ്ടേ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. 2ാമത്തെ പോസ്റ്റിൽ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എവിടെയാണ് കയറി പിടിച്ചതെന്നുള്ളത്. ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഒന്ന് വായിക്കുമോ? ഉറപ്പല്ലേ? പക്ഷേ അത് ഇപ്പോൾ ഇട്ടതല്ല, അത് മുന്നേ ഇട്ടതാണ്. പക്ഷെ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ വായിക്കാതെ ഉറപ്പായിട്ടും. അതിൻ്റെ ഇതുണ്ട്. ഞാൻ ഒരു മിനിറ്റ്. ഇത് ന്യൂസിൽ വന്ന സെയിം സാധനമാണ്. അവസരം ലഭിക്കാൻ പുരുഷന്മാരും സംവിധായകർക്ക് വഴങ്ങേണ്ടി വരുന്നുവെന്ന് യുവനടൻ നവജിത് നാരായണൻ വെളിപ്പെടുത്തി. ഒരു പ്രമുഖ സംവിധായകനിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിലൂടെയാണ് നടൻ തുറന്നു പറഞ്ഞത്. സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് സ്ത്രീകൾ തുറന്നു പറയുന്നതിനിടെയാണ് തനിക്കുണ്ടായ ദുരനുഭവം യുവനടൻ നവജിത് നാരായണൻ വെളിപ്പെടുത്തിയത്. തനിക്ക് വർഷങ്ങളായി പരിചയമുള്ള സംവിധായകനോട് അവസരം തേടി ചെന്നപ്പോൾ അയാൾക്ക് അറിയേണ്ടിയിരുന്നത് കിട്ടുന്ന ലാഭത്തെക്കുറിച്ചാണെന്ന് നവജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു സംഭവം. ആദ്യം ചെയ്ത വർക്കിനെ കുറിച്ചും ഇപ്പോൾ ചെയ്യുന്നതിനെ കുറിച്ചും സംസാരിച്ചു. പിന്നീട് അയാളുടെ മട്ടും ഭാവവും മാറി. അയാൾ തന്റെ തുടയിൽ കൈവച്ച ശേഷം കഥാപാത്രം തന്നാൽ എന്താണ് ലാഭം എന്ന് ചോദിച്ചെന്ന് യുവനടൻ പറയുന്നു. അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലെന്നും അവസരം വേണ്ടെന്നും പറഞ്ഞ് കൈയെടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾക്ക് കേട്ട മട്ടില്ലെന്ന് കണ്ടപ്പോൾ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നും നവജിത്ത് വ്യക്തമാക്കി. അഭിനയമോഹമുള്ള പെൺ സുഹൃത്തുക്കളോട് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിയാമെന്നും പോസ്റ്റിലുണ്ട്. എന്തായാലും യുവനടന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. പറഞ്ഞത് അതുപോലെ നീ വ്യക്തമായിട്ട് പറഞ്ഞു. ചില ആളുകൾ പക്ഷെ പറയും ഫെയിമിന് വേണ്ടി വന്നതാന്നല്ലേ. എൻ്റെ പെണ്ണ് ബ്രോ, എനിക്കുള്ള സമയം വരാൻ പോണേ ഉള്ളൂ. ഞാൻ കാത്തിരിക്കും. ഉറപ്പാണ്, കാത്തിരുന്നു. പ്രവർത്തിക്കുകയും ചെയ്യും. 2020 ഒരു സിനിമയിൽ നായകനാവുന്നുണ്ട്. 2020 സിനിമയിൽ നായകനായി കോഴിപ്പോര്. പക്ഷെ പടം കൊറോണ കൊണ്ടുപോയെങ്കിലും എൻ്റെ ഗോൾ അവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. ഇതുപോലത്തെ അനുഭവം വേറെ ഉണ്ടായിട്ടുണ്ടോ എവിടുന്നെങ്കിലും ഒക്കെ? ഇത് അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാനിത് പ്രതികരിച്ച തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട അവസരം തരാനായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. ഇത് അനുഭവിക്കുന്ന സാധാരണ ലൈഫിൽ അനുഭവിക്കുന്ന എത്ര പിള്ളേരുണ്ടാവും? ഇത് അവർക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. കാരണം പറയുമ്പം തന്നെ കമൻറ്റ് ഇങ്ങനെ വരണമെങ്കിൽ നിന്നെപ്പോലുള്ള മനസ്സായിരിക്കണം ആൾക്കാർക്ക്. സത്യം. അല്ലാതെ എന്തെങ്കിലും കേട്ട് കരഞ്ഞു മൂങ്ങിയിരിക്കുന്ന ഒരു പയ്യൻ ഒരിക്കലും ഇത് തുറന്നു പറയാൻ പറ്റത്തില്ലെന്നേ. പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പം നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത്, ആക്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെഷൻ ഉണ്ട്, ഫേസ് ടു ഫേസ് എന്ന് പറയും. അവർക്ക് വീട്ടിലോ കാര്യങ്ങളോ ആരോടും തുറന്നു പറയാത്ത കാര്യങ്ങൾ 3ാമത്തെ 5ാമത്തെ ദിവസം എൻ്റെ അടുത്ത് പറയാം. അവിടെ ആ 3 ദിവസം കൊണ്ട് ഞാൻ അവരെ ട്രസ്റ്റ് കീപ്പ് ചെയ്യും. അങ്ങനെ എത്ര ആളുകൾ സംസാരിച്ചിട്ടുണ്ട്? ഒരുപാട് ആൾക്കാർ സംസാരിച്ചു, പെണ്ണുങ്ങളടക്കം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കഥകൾ കേൾക്കുമ്പം ശരിക്കും നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചതൊന്നും ഒന്നും അല്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പാണ്. അങ്ങനത്തെ ഒരു സെഷൻ പോലും ഉണ്ട്. എൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കറിയാം. അതിലൂടെ അവർക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ടോ? അവർ എത്രയോ ആൾക്കാർ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇന്നും ചില പിള്ളേർ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നിട്ട് നവജിത്തട്ട്, അത് ഒരു 9 വർഷം മുന്നേയുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത പിള്ളേർ ഒരു ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വർത്താനം വരും വന്നിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് വർത്താനം പറയും. ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ വരുന്ന എൻ്റെ പിള്ളേരൊക്കെ എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വിളിക്കാറില്ല, മോളെ മക്കളെ പറ. എന്നാലും ഇന്ന് ആ പ്രമുഖ സംവിധായകനല്ലേ, അവൻ്റെ ഭാര്യയ്ക്ക് ഇതറിയായിരുന്നോ? അറിയായിരുന്നോണ്ടാണല്ലോ അവർ കുടുംബത്തോട് സോറി ചോദിച്ചത് എന്നോട്.
നീ അത്രമേൽ സ്നേഹിച്ച ഫാമിലി അല്ലേ, അല്ലെ വിശ്വസിച്ച ഫാമിലി? വിശ്വസിച്ച ഫാമിലി ആയിരുന്നു. സ്നേഹം എന്ന് പറയാൻ അങ്ങനെ ഭയങ്കര അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം, ഫാമിലി നന്നായിട്ട് അറിയാം. ഇന്നവ സിനിമ ചെയ്യുന്നുണ്ട്, അത് അറിയാൻ പാടില്ല. ഞാൻ അതിന് ശേഷം പുള്ളിനെ ഫോളോ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു മുഖമേ വേണ്ടെന്നല്ലേ? പോയാൽ പോട്ട് നോക്കണം, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ തുറന്നു പറയുമ്പോഴും ഉള്ളിൽ ഒരുപാട് വിഷമമുള്ളൊരു വ്യക്തി. നല്ല വിഷമമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ലല്ലോ. നല്ല വിഷമമുണ്ട് വെച്ചാൽ നല്ല വിഷമമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വരെ എൻ്റെ അമ്മേനെ വിളിച്ച്, അല്ലെങ്കിൽ വൈകുന്നേരം അമ്മേനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അമ്മ ഇതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അമ്മ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുക. മനസ്സിലായി. അമ്മയോട് ഞാൻ പറഞ്ഞു കമൻസ് ഒന്നും നോക്കണ്ട, വീഡിയോസൊക്കെ വരും ചില സമയത്ത്, കമൻസ് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ സംഭവങ്ങളൊന്നും നോക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു. വന്ന കമൻറ്റിൽ ഏറ്റവും വിഷമം ഉണ്ടാക്കിയ കമൻറ്റ് ധനോജിത്തിന്? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമൻറ്റ്, എനിക്ക് ഒറ്റ ആ വേർഡ് ഉണ്ടല്ലോ, കുണ്ടൻ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, അങ്ങനെ ആ പറഞ്ഞ വേർഡ് എനിക്ക്, ഞാൻ സത്യം പറഞ്ഞില്ല, ഞാൻ ലെസ്ബിയൻ സെക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ഗേ സെക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് എന്ന് വെച്ച് ഞാൻ ചെയ്യുന്നല്ല, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇഷ്ടം തോന്നിയിട്ട് കൺസെൻറ്റോട് കൂടി ചെയ്യുന്ന സെക്സിനോട് ഞാൻ ഇതാണ്, അല്ലാന്ന് പറയുന്നില്ല, സപ്പോർട്ടാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അനുവാദമില്ലാതെ ചെയ്യുന്നതിലാണ് പ്രശ്നം. ഈ നാട്ടിലൊക്കെയുള്ള സമയത്തെ, അല്ലെ പഠിക്കുന്ന സ്കൂൾ കാലഘട്ടം, കോളേജ് കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ നിന്നെയും കൊണ്ടെങ്കിൽ ഇതിൽ നടക്കുവോടാ, അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തിയിട്ട് വേറെ വല്ല പരിപാടിക്കോ, അല്ലെങ്കിൽ കൂടുള്ള സുഹൃത്തുക്കൾ വെളിരാജ്യത്ത് പോയി പൈസ സമ്പാദിക്കുമ്പം അവരാണെങ്കിൽ പോലും നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വെച്ചതേ? കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ ബെസ്റ്റ് ഒരു കാര്യം പറയാം. ഞാനൊരു ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് സിനിമാക്കാരെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരിക. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് കയറുന്നത്. ആ കയറുന്ന സമയത്ത് അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂരേക്ക് പോകുന്നൊരു വഴി അവൻ എന്നെ കണ്ടു. കണ്ണൂർ വഴിയാണല്ലോ വരിക. അവൻ എന്നോട് പറഞ്ഞ് നീ എവിടെ പോകണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എടാ ഇങ്ങനെ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോവാണ്. എനിക്കിൻ്റെ പ്രാന്താണ് സിനിമയ്ക്ക് വേണ്ടി പോകണിട്ട്, ഇതിൽ ജോലി എന്തെങ്കിലും ചെയ്താൽ പോരെ, പൈസ ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നൊരുത്തനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2020 കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്ററിൽ എൻ്റെ പടം ഇറങ്ങുന്നു. ആ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് ഇവൻ ട്രെയിൻ എവിടെ പോയി ട്രെയിൻ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ പോസ്റ്റിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു. അതൊരു പ്രതികാരമല്ലേ? ഒരു പ്രതികാരമല്ല, പക്ഷെ അവൻ അന്നത് ചോദിച്ചു, അതിൻ്റെ മറുപടി അവന് തന്നെ കിട്ടിയില്ലേ? ഉറപ്പായിട്ടും. അതുപോലെ ഇനി മറുപടി കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോടാ നിന്റെ മുന്നിൽ ജീവിതത്തിൽ. മറുപടി കൊടുക്കുന്നൊന്നുമില്ല, ഞാൻ ചെയ്യേണ്ട വർക്ക് ഞാൻ ചെയ്യുന്നു, ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഇപ്പം ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഇപ്പം അഭിനയിക്കുന്നതാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. ട്രെയിനിങ് പരിപാടിയാണെങ്കിൽ അതും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. ഈ ഒരു പ്രതികരണം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച സമയത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നോ എടാ നീ സിനിമ കിട്ടത്തില്ല, അല്ല നീ സിനിമാ മേഖലയെ തൊട്ട് കളിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡയറക്ടർമാർ നിനക്ക് വേഷം തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോടൊക്കെ എന്താണ് മറുപടി പറഞ്ഞത്, അല്ലെ എന്താണ് മനസ്സിലാക്കിയത്? എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയ ആ സംവിധായകനാണോ മലയാള സിനിമ? ആണോ? മലയാള സിനിമയിൽ എത്ര കഴിവുള്ള സംവിധായകന്മാരുണ്ട്, എത്ര നല്ല മനുഷ്യരുണ്ട്, എത്ര നടന്മാരുണ്ട്, എത്ര നടിമാരുണ്ട്, എത്ര റൈറ്റേഴ്സ് ഉണ്ട്, എത്ര കൺട്രോളേഴ്സ് ഉണ്ട്, എത്ര ചീഫ് അസോസിയേറ്റുമാരുണ്ട്. ഇവരൊക്കെ മോശക്കാരാ? അല്ല, അവൻ്റെ കീഴിലല്ല മലയാള സിനിമ. ഒരിക്കലുമല്ല. ഒരാളുടെ കീഴിലല്ല മലയാള സിനിമ. മലയാള സിനിമ കുറേ ആൾക്കാരുടെ കീഴിലാണ്, ജനങ്ങളുടെ കീഴിലാണ് മലയാള സിനിമ. ആ മലയാള സിനിമ തിരിച്ചു വരും, ഉറപ്പാണ്. ജനങ്ങൾ കീറുന്ന ഓരോ ടിക്കറ്റും അല്ലേ ഒരു പടത്തിൻ്റെ വിജയം? ഉറപ്പല്ലേ? ഇല്ലെങ്കിൽ ആര് പിന്നെ നടന്മാരാവും, ആര് സംവിധായകരാവും? ആരും ആവില്ലല്ലോ. അപ്പം ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, കിട്ടാനുള്ളത് അവന് കിട്ടി. അവൻ എന്നോട് മാപ്പ് പറഞ്ഞതിൻ്റെ ഒറ്റ പേര്, അവൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവനും അവൻ്റെ ഫാമിലിയും അല്ല, ഞാൻ വെളിപ്പെടുത്തിയതല്ലേ. ഉറപ്പാണ്. ഇനി മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 പടമുണ്ട്. 2-ൽ ഏതെങ്കിലും ഒന്ന് ഇപ്പം അടുത്ത് പ്രൊഡക്ഷൻ പറയുന്നത് ഏതാണോ അത് ഞാൻ ആദ്യം ചെയ്യും. അപ്പം അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എഴുത്ത് ഒക്കെ കംപ്ലീറ്റ് ആയി. പക്ഷെ ഞങ്ങൾ കേട്ടു ഒരു പുതിയൊരു ഇനാഗ്രേഷൻ ഉടനെ വരുവാന്ന് കേട്ടു. ഞാൻ ആക്ച്വലി ഒരു ആക്ടേഴ്സ് വേൾഡ് എന്നുണ്ട്, അതിൻ്റെ ടൈറ്റിൽ ഞാൻ പിന്നെ പറയാം. സർപ്രൈസ്. അപ്പം അത് ഞങ്ങൾ 2 ആൾക്കാർ, ഞാനും നമ്മുടെ ഒരു സുഹൃത്ത് 2 ആൾക്കാരും കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് പൈസയൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. ഭയങ്കര പൈസ കൊടുത്ത് ഇത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് പൈസ ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര പൈസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് ഞങ്ങളുടെ ഈ നടന്മാരുടെ ലോകത്തേക്ക് വരാം. ഞങ്ങളവിടെ ട്രെയിൻ ചെയ്ത് പുറത്തിറക്കും. അവർക്ക് വീഡിയോ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി കൊടുക്കും. അവർ തന്നെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെ ചെയ്യും. അതിലുപരി
2 months കൂടുന്ന സമയത്ത് എറണാകുളത്ത് ഏതെങ്കിലും ഒരു നല്ല വെന്യൂവിൽ അവരെ കൊണ്ടൊരു തിയേറ്റർ പ്ലേ ചെയ്യിക്കും. അടിപൊളി. ഒരു തിയേറ്റർ പ്ലേ ചെയ്യണം. ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കും കേട്ടോ. എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. ആക്ടിംഗ് വർക്ക്ഷോപ്പിൻ്റെ ഒരു പേരിൽ, ഒരു ബാനറിൽ ഒരുപാട് ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇന്ന് കൊച്ചി മാത്രമായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, പിള്ളേർ പൈസ മുടക്കിയിട്ട് അവരാഗ്രഹിച്ചത് കിട്ടുന്നുമില്ല. അങ്ങനെ ഒരു സമ്പ്രദായമാണോ നവജിത്ത് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല. അത് ഞാൻ പറയും. ഒരിക്കലുമില്ല. എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ കുട്ടികൾ, അവരോട് ഞാൻ ഓഫർ കൊടുത്തിട്ടല്ല ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വിളിക്കണേ. അതായത് ഈ എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നാൽ ഞാൻ നാളെ സിനിമയിൽ അവസരം മേടിച്ചു തരാമെന്ന് പറയുന്നില്ല ആരോടും? ഇല്ല. നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ നല്ല നടന്മാരാവാം. അത് ഞാൻ പറയും. കാരണം വെച്ചാൽ വരുന്ന പോലെയല്ല തിരിച്ചറിങ്ങി പോകുന്നത്, ഉറപ്പാണ്. കാരണം വെച്ചാൽ അവർ വരുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്യിപ്പിക്കും, പെർഫോമൻസ് വീഡിയോ. കഴിഞ്ഞിട്ട് പോകുമ്പം വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ 3-ാമത്തെ ദിവസം അതേ കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യിപ്പിക്കും. ആ വീഡിയോ വെച്ചിട്ട് അവർ കമ്പയർ ചെയ്യാം, വരുമ്പോൾ എങ്ങനെ, വരുന്നതിന് മുന്നേ എങ്ങനെ, വന്നതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് മാറ്റം ഞാൻ കൊടുക്കും, ഉറപ്പാണ്. പിന്നെ അവരുടെ ബന്ധങ്ങളല്ലേ, ബന്ധങ്ങൾ എന്നാൽ പറ്റുന്ന രീതിയിലെ ബന്ധങ്ങളും കൊടുക്കും. ബന്ധങ്ങൾക്കാണോ മലയാള സിനിമയിൽ പ്രശസ്തി, അതോ കഴിവിനാണോ? രണ്ടിനും പ്രാധാന്യമുണ്ട്. പ്രാധാന്യമുണ്ട്. ബന്ധങ്ങളിലൂടെ നമ്മൾ കഴിവ് തെളിയിക്കണം, അല്ലേ? അതല്ലേ ശരി? ഉറപ്പായിട്ടും. ബന്ധങ്ങളില്ലെങ്കിൽ പിന്നെ കഴിവുണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? പക്ഷെ ആ ബന്ധങ്ങൾ ഇതുപോലുള്ളവന്മാരായി പോവല്ലേ? ഉറപ്പായിട്ടും അത് തിരുത്തപ്പെടണം. അത് തിരുത്തപ്പെടണം, ഉറപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാവരും അമ്മേനെ കുറ്റം പറയുന്നുണ്ട് ഇല്ലേ? അമ്മേനെ സംഘടനയിൽ എത്ര ആൾക്കാരുണ്ട്? ഞാൻ അമ്മയിൽ മെമ്പറല്ല കേട്ടോ. ഞാൻ ഫെഫ്കയിലോ കാര്യങ്ങളോ ഒന്നിലും മെമ്പറല്ല. ഞാൻ പുറമേ നോക്കിക്കാണുന്ന ഒരാൾ മാത്രമാണ്. പക്ഷെ അതിലെത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്? അവരൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നതും ഇതാക്കുന്നതൊക്കെ ഈ അഭിനയം എന്ന് പറഞ്ഞ കല കൊണ്ടല്ലേ? തീർച്ചയായിട്ടും. അഭിനയം മാത്രമല്ല, അതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ എത്ര ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ ഈ ആൾക്കാർ, കൊച്ചാൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എല്ലാ ആൾക്കാരും കുറ്റം പറഞ്ഞാൽ ശരിയല്ല. ഞാൻ പറയില്ല അങ്ങനെ. അത് പറയാത്തത് ഒരു പക്ഷേ ജനങ്ങൾ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ചോദിച്ചാലോ സിനിമ മോഹമായതുകൊണ്ടാണോ എന്ന്? ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ നേരത്തെ പോലും പറഞ്ഞത് എന്താ, എനിക്ക് സിനിമയിൽ അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ പിടിക്കും, ഞാൻ നാടകം അതിനുള്ള ക്യാപ്പബിലിറ്റി എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു അമ്മ എന്നോട്, നമുക്കൊരു നാടകം ചെയ്യേണ്ടിയെന്ന്. 10 സ്റ്റേജ് കിട്ടിയാൽ മതി, ഭക്ഷണം കഴിച്ച് പോവാം, ഉറപ്പാണ്. അപ്പോൾ സിനിമ നടനാവുകയാണ് ഏറ്റവും വലിയ ആഗ്രഹം? സിനിമ നടനാവണം, ഒരു നല്ലൊരു ക്രിയേറ്ററാവണം, ഒരു സംവിധായകനാവണം. ഇതെല്ലാം നടക്കും. ഒരു പക്ഷെ നീ ചിന്തിച്ചതുപോലെ ഇതുവരെ എത്തി. ഇനി ചിന്തകൾ വളരട്ടെ, നിൻ്റെ യാത്രകൾ ഉണരട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.